എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല അടിപൊളി ഒരു നാടൻ ബീഫ് വരട്ടിയത് ഉണ്ടാക്കുന്നുണ്ടല്ലോ. നല്ല അടിപൊളി ഒരു നാടൻ ബീഫ് വരട്ടിയത്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ പണിയിലാണ്. അതുണ്ടാക്കുന്ന നമ്മുടെ ചേട്ടനാണ്. ഞാനേ അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ഒന്ന് വറുത്തെടുക്കുക, ബീഫ് വരട്ടാൻ വേണ്ടിയിട്ട്. അതിന് നമുക്ക് കുറച്ച് തേങ്ങ വറുത്തത് വേണം. അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് ഒരു നാടൻ ബീഫ് വരട്ടിയത് ഉണ്ടാക്കുന്ന നമുക്ക് കണ്ടിട്ട് വരാം അല്ലേ. വാ. അപ്പം നല്ല ഒന്നാന്തരമായിട്ട് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ അതിനകത്തോട്ട് ഇട്ടിട്ട് നല്ല ഒന്നാന്തരമായിട്ട് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് ചെറുള്ളി അരിഞ്ഞതാണ് ഇട്ടിരിക്കുന്നത്. ചെറിയ ഉള്ളി, ലേശം സവോളയും പിന്നെ കറിവേപ്പില, ഇത് എത്രയും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കിയെടുക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി എല്ലാം കൂടെ മൂത്ത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ബീഫ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഓൾറെഡി കുക്കറിനകത്ത് എത്ര പ്രാവശ്യം വിസിലടിച്ചാൽ ചേട്ടൻ? 3 വിസിലടിച്ച് വേവിച്ച ബീഫ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബീഫ് നമ്മൾ കുക്കറിനകത്താണ് വേവിച്ചത്. കുക്കറിനകത്ത് ഒരു 4 വിസിലടിച്ചിട്ട് നമ്മൾ ബീഫ് വേവിച്ചു. അപ്പോൾ ഇത് നല്ലോണം അടച്ചു വെച്ച് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. വേവിച്ച് നല്ലോണം ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. എന്നിട്ട് നമ്മളിത് ബീഫ് വരട്ടി നമ്മൾ എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം നമ്മളിപ്പം വറുത്ത് വെച്ച തേങ്ങ ഉണ്ടല്ലോ, മുമ്പ് നമ്മൾ വറുത്ത് വെച്ച തേങ്ങ. അപ്പോൾ ആ തേങ്ങാക്കൊത്ത് ഇപ്പോൾ ചേട്ടൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം നമുക്ക്. അപ്പോൾ നമ്മളിപ്പോൾ ബീഫ് കണ്ടില്ല, ഇപ്പം നല്ലോണം പറ്റി നല്ല വരട്ടുന്ന ആ ഒരു പരുവത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ചേട്ടാ എന്ത് ചേട്ടാ? അപ്പോൾ നമ്മുടെ ബീഫ് വരട്ടിയത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മൾ തീയൊക്കെ കുറച്ചിട്ട് നമ്മൾ കുറച്ച് ഇങ്ങനെ പൊത്തി വെച്ചിരുന്നേ. അപ്പോൾ നമ്മുടെ ബീഫ് ഏകദേശം വരട്ടിയ ബീഫ്, നല്ല നാടൻ വരട്ടിയ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെന്താ ചേട്ടേ? അപ്പോൾ നമ്മൾ ലേശം പച്ച വെളിച്ചെണ്ണയും നമ്മുടെ കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ഇട്ടിട്ട് ഒന്ന് ഇളക്കി എടുത്തിട്ട് നമ്മുടെ ബീഫ് എടുക്കുകയാണ്. നമ്മുടെ നാടൻ രീതിയിൽ വരട്ടിയെടുത്ത ബീഫ് വരട്ടിയത് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചേട്ടായുടെ സ്പെഷ്യൽ ബീഫ് വരട്ടിയത് കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് വരട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ആൻറ്റി എങ്ങനെയുണ്ട്? ബീഫ് എങ്ങനെയുണ്ട്? ശരിയോ? എങ്ങനെയുണ്ട് ബീഫ്? അടിപൊളിയാണ്. ചേട്ടായി എങ്ങനെയുണ്ട്? ഇറച്ചി എങ്ങനെയുണ്ട്? ബീഫ് എങ്ങനെയുണ്ട്? ബീഫ് എങ്ങനെയുണ്ടോ? നല്ല ടേസ്റ്റ് ആണോ? അടിപൊളിയാ ചേച്ചി? എങ്ങനെയുണ്ട് ബീഫ്? എങ്ങനെയുണ്ട്? അടിപൊളി. ചാച്ചി എങ്ങനെയുണ്ട് ബീഫ്? ബീഫ് വരട്ടി എങ്ങനെയുണ്ട്? അടിപൊളിയാ ബീഫ് വരട്ടിയത്. ഞങ്ങള് നമ്മുടെ ബീഫ് ടേസ്റ്റ് ചെയ്യാണ്. ബീഫ് വരട്ടിയത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ.
സൂപ്പറാ. അടിപൊളി ടേസ്റ്റ്. അങ്ങനെ കൂട്ടത് അടിപൊളി. നല്ല ടേസ്റ്റ് അല്ലേ? സൂപ്പർ. ഇന്ന് നമ്മുടെ ചേട്ടൻ്റെ രണ്ടാമത്തെ കുഞ്ഞിൻ്റെ നൂല് കെട്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരുടെ സംസാരം കേൾക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ ബീഫിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ബീഫ് വരട്ടുകയാണെങ്കിൽ ഈ രീതിയിലൊന്ന് വരട്ടി നോക്കുക. കുറച്ച് തേങ്ങ വറുത്തിട്ട് കഴിഞ്ഞുണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അല്ലേ കൊടുത്തത് തേങ്ങ അല്ലേ? അതുപോലെ തന്നെ നല്ലോണം തോർത്തി എടുക്കണം. ഇങ്ങനെ വരട്ടി നല്ലോണം വെള്ളം പറ്റിച്ച് തോർത്തി എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്താണെങ്കിൽ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതിലേക്കും എല്ലാവർക്കും ബൈ.